നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനാധിക്യം മൂലം ഉണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഇൻ തൈറോയ്ഡ് ആൻഡ് എൻഡോക്രൈൻ സർജറി ഡോക്ടർ പി വി പ്രദീപ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്ന് വിശദീകരിച്ചു തരാമോ? ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ ഏതൊരു എൻഡോക്രൈൻ ഗ്രന്ഥിയുടെയും അധികമായ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടതിനേക്കാളും വളരെ അധികമായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല സിസ്റ്റത്തിനെ അത് ബാധിക്കും. അതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഏത് ഗ്രന്ഥി? തൈറോയ്ഡ് ഗ്രന്ഥി മാത്രമല്ല, ഇത് തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ ഹൈപ്പർ എക്സസീവ് വർക്കിംഗ് കൊണ്ടുണ്ടാകുന്നതാണ്. ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡിന് ഇതേപോലത്തെ ഒരു അവസ്ഥ ബാധിക്കാം. ഇതിപ്പോൾ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അധികമായ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ്. ഇത് പടരുന്ന ഒരു രോഗമാണോ? ഹൈപ്പർ തൈറോയിഡിസം പടരുന്ന ഒരു രോഗമല്ല. വേറെയുള്ള അസുഖങ്ങൾ പോലെ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല. കാരണം ഇത് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മറ്റു ഗ്രന്ഥിയിലേക്ക് പടരുന്ന രോഗമാണോ? ഇല്ല, മറ്റുള്ള ഗ്രന്ഥികളിലേക്കൊന്നും പകരില്ല. ഇതിന് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രധാനമായ ലക്ഷണം ഒന്ന്, പേഷ്യൻ്റെ വെയിറ്റ് കുറഞ്ഞു പോവുകയാണ്. അമിതമായിട്ടുള്ള ആ വെയിറ്റ് ഭാരം കുറയുക. അത് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് പോലും വെയിറ്റ് കുറഞ്ഞു പോവുക. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു സംശയം ജനിപ്പിക്കുന്നൊരു സിംറ്റമാണ്. അതിന് പുറമെ ഹൃദയമിടിപ്പ് കൂടുക, പാൽപിറ്റേഷൻസ്, അതേപോലെ തന്നെ അമിതമായ വിയർപ്പ്, സ്വെറ്റിങ്, പിന്നെ സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സിന് സമയത്തുള്ള പ്രോബ്ലംസ്, ഒന്ന് ബ്ലീഡിങ് കുറയുക, അല്ലെങ്കിൽ പീരിയഡ്സ് കൃത്യമായ സമയത്ത് വരാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രധാനമായ ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഓക്കെ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ബിനിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ ബിനി. പിന്നെ എനിക്ക് 10 വർഷമായിട്ട് ഈ തൈറോയിഡിന്റെ അസുഖമുള്ളതാണ്. പറഞ്ഞോളൂ എന്തോ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. 10 വർഷമായിട്ട് ഈ തൈറോയിഡിന്റെ അസുഖമുള്ളതാണ്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ആഴ്ചക്ക് ഒരു മാസത്തെ ഗുളിക മുടങ്ങിപ്പോയി. അപ്പൊ ദേഹം മൊത്തം നീരാ. അപ്പൊ ദേഹമെല്ലാം വേദന നീരും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് ഡോക്ടർ? ഈ ഒരു മാസമായിട്ട് ഈ ഗുളിക നിർത്തിയത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണോ അത് സ്വന്തമായിട്ട് നിർത്തിയതാണോ? സ്വന്തമായിട്ടല്ല, ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മേടിക്കാന്നോർത്ത് പിന്നെ കഴിച്ചില്ല. ഇത് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ മരുന്നുകൾ കഴിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹോർമോൺ ലെവൽസ് നോർമലിൽ എത്തിക്കണം. നോർമലിൽ എത്തിയതുകൊണ്ട് മാത്രം പലരും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യും. ആ നോർമൽ ലെവൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനമായ കാരണം ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ മരുന്ന് നിർത്തുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നിർത്തുന്നത് നല്ലത്. എനിക്ക് തോന്നുന്നത് ഇവർക്കുള്ള കണ്ടീഷൻ ഹൈപ്പോ തൈറോയിഡിസമാണ്. അതുകൊണ്ടാണ് ഈ നീര് വന്നിരിക്കുന്നത്. അതെ, അതെല്ലാം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം ആണെന്നെല്ലാം. നിർത്തുന്നത് എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർത്തുകയാണ് നല്ലത്. നമ്മൾ ഇടയ്ക്ക് ഈ ഗുളികളൊന്നും നിർത്തി നോക്കാറുണ്ട്. അതായത് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം തിരിച്ച് പഴയ പോലെ ആയോ എന്ന് അറിയാൻ വേണ്ടി ഗുളിക നിർത്തി നോക്കാറുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ഭാഗമായിട്ട് പലർക്കും സന്ധികളിലെ വേദനയും മസിലിലെ വേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഗുളിക നിർത്തിയതുകൊണ്ട് വീണ്ടും ഹൈപ്പോ തൈറോയിഡ് സ്റ്റേറ്റിലേക്ക് പോയതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഓക്കെ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. ഡോക്ടറോട് ചോദിക്കാനുള്ള പരിപാടിയില്ല, എനിക്ക് കാര്യം ചോദിക്കാനായിട്ടാണ്. ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് ഒരു 6 മാസമായിട്ട് ഈ തലയിൽ നിന്ന് ഈ പെയിൻ ഇരിക്കുന്ന പോലെ ഒരു അസ്വസ്ഥത, പെയിനൊക്കെ ഇരിച്ചു വരുമ്പോൾ ഒരു അസ്വസ്ഥതയില്ല, അതുപോലെ ഒരു അസ്വസ്ഥതയുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന ആളാണോ? ഇല്ല, ഞാൻ ഇതുമായിട്ട് ഡോക്ടറോടും പറയുന്നില്ല, ഈ മരുന്ന് കഴിച്ചിട്ടുമില്ല. ഞാൻ എന്റെ
ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ തൈറോയിഡിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ലെവൽ എക്സസ് ആയാലും ഹോർമോൺ കുറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിംറ്റം കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ഇതിനുള്ള കാരണം എന്തായിരിക്കും എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്താണ് ഹൈപ്പർ തൈറോയിഡിസം രോഗകാരണങ്ങൾ? ഹൈപ്പർ തൈറോയിഡിസം പ്രധാനമായിട്ടും അതിൻ്റെ ഒരു മെയിൻ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ലെവൽ കൂടിയിരിക്കുകയാണ്. ഇത് ഹോർമോൺ ലെവൽ കൂടാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. അതല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹോർമോൺസ് അത് തൈറോയിഡൈറ്റിസ് എന്ന അസുഖം വരുമ്പോൾ അത് റിലീസ് ചെയ്യും. സാധാരണഗതിയിൽ അതൊരു നിയന്ത്രിത അളവിൽ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ തൈറോയിഡൈറ്റിസ് വരുമ്പോൾ ഈ ഗ്ലാൻഡിൽ നിന്ന് സ്റ്റോർ ചെയ്ത ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ അപ്പോഴും നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ലെവൽസ് കൂടും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും നമുക്ക് ഹൈപ്പർ തൈറോയിഡത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കൂടുന്ന സിറ്റുവേഷനാണ്. അതിൻ്റെ കാരണങ്ങൾ ഒന്ന് നമ്മൾ പറയുന്ന ഗ്രേവ്സ് ഡിസീസാണ്. അത് ഇപ്പോൾ ഹൈപ്പർ തൈറോയ്ഡ് ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40% ആൾക്കാർക്ക് ഗ്രേവ്സ് ഡിസീസ് ആയിരിക്കും. പിന്നെയുള്ളത് ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്റർ, അതായത് നേരത്തെ തൈറോയിഡിലെ മുഴകളുള്ള മൾട്ടിനോഡുലർ ഗോയിറ്റർ ഉള്ള പേഷ്യൻസിൽ സഡൻലി ഈ ഗ്ലാൻഡ് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഹോർമോൺ ലെവൽസ് കൂടും. പിന്നെയുള്ളൊരു കണ്ടീഷനാണ് ടോക്സിക് സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾ. അപ്പോൾ ഈ 3 കണ്ടീഷൻ കൊണ്ടാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത്. ബേസിക്കലി തൈറോയിഡൈറ്റിസ് എന്നുള്ളത് വേറൊരു വിഭാഗമാണ്. ഇപ്പോൾ കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് മിതുമോൾ. ഞാൻ ആലപ്പുഴ വെളിനാടെന്ന് വിളിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഡോക്ടറെ, ഞാൻ ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഇപ്പൊ തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് ഈയിടെ പിന്നെ തൈറോയിഡ് നോർമലി താഴെ പോയായിരുന്നു. ഓക്കെ. നിങ്ങൾ ഏത് മരുന്നാ കഴിച്ചുകൊണ്ടിരുന്നത്? ഞാൻ തൈറോനോ 75. ഓക്കെ. അപ്പൊ എനിക്ക് ദേഹം മുഴുവൻ നീരാണ്, നീർക്കെട്ട്. ഇടയ്ക്ക് ഞാൻ ഗുളിക നിർത്തിയായിരുന്നു. അപ്പൊ അത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം തൊട്ടാ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ TSH ആണോ ഉദ്ദേശിച്ചത്? TSH കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കഴിക്കുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡോസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ട്രീറ്റിംഗ് ഫിസിഷ്യനെ വീണ്ടും കണ്ടിട്ട് ആ ഹോർമോൺ ലെവൽ നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തൈറോയിഡിൻ്റെ ടാബ്ലറ്റിൻ്റെ ഡോസ് കുറയ്ക്കേണ്ടതാണ്. യെസ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ലതയാണ്, പൂനെ നിന്നാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മോക്ക് വേണ്ടിയിട്ടാണ്. 24 വയസ്സായി. ഇപ്പോൾ TSHന്റെ കുറവ് കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തൈറോക്സിൻ 100 mg എടുക്കുന്നത്. പക്ഷെ അവർക്ക് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. TSH കുറയുന്നതിന്റെ അമിതമായിട്ടുള്ള വണ്ണം, പീരീഡ് റെഗുലർ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മുടി പോയി എന്നുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. അത് നോക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് TSH കുറവാണെന്ന് കണ്ടത്. അങ്ങനെ സിംറ്റംസ് ഒന്നും ഇല്ലാതെ ഇത് വരുമോ? അങ്ങനെ നിങ്ങൾ TSH കുറവായിരുന്നോ അതോ TSH കൂടുതലായിരുന്നോ? സോറി TSH കൂടുതലായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. പലർക്കും ഈ പറയുന്ന സിംറ്റംസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഈ നമ്മൾ സാധാരണ പറയുന്നത് തടി കൂടുമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും തടി കൂടുന്ന ലക്ഷണം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലർക്ക് പ്രധാനമായ സിംറ്റംസ് സ്കിൻ ചേഞ്ചസ് ആയിരിക്കും. ചിലർക്ക് സിംറ്റംസ് മെയിൻലി ഹെയർ ലോസ് ആയിരിക്കും. ചിലർക്ക് വെറും പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സിംറ്റമും എല്ലാ പേഷ്യൻറ്റിലും ഒരേപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ ബ്ലഡ് ലെവൽസും ഈ ഉള്ള സിംറ്റം കൂടി കോറിലേറ്റ് ചെയ്തിട്ട് അത് രണ്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ പ്രതിരോധ ശക്തിയും ഹൈപ്പർ തൈറോയിഡിസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രതിരോധ ശക്തിയും ഹൈപ്പർ തൈറോയിഡിസം പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു ബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഈ ICUലൊക്കെ കടുത്തിരിക്കുന്ന പേഷ്യൻസിൽ പലപ്പോഴും നമ്മൾ തൈറോയ്ഡ് ഹോർമോണിൽ ഒരു വ്യത്യാസം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ICUലും ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന പേഷ്യൻസിലുള്ള തൈറോയ്ഡ് ഹോർമോണിന്റെ അളവുകൾ
നമ്മൾ അങ്ങനെ അതൊരു കോഷനോട് കൂടി മാത്രമാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ ആസ് സച്ച് പ്രതിരോധ ശക്തിയും തൈറോയ്ഡ് ഹോർമോൺ ലെവൽസും തമ്മിലുള്ള വലിയ ബന്ധമൊന്നുമില്ല. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കാസർഗോഡ് അനുഷ എന്ന് പറയും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, പറയൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. പറയൂ. എനിക്ക് ഇപ്പൊ ഒരു 3-5 മാസമായി തൈറോയിഡിന്റെ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. അത് ഒരു വെള്ള ചെറിയൊരു ഗുളികയാണ് കഴിക്കുന്നത്. 50, അതിന്റെ മുകളിൽ 50 ഗ്രാം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. തൈറോക്സിൻ ആയിരിക്കാം. അതിപ്പം എനിക്ക് ഈ ഇടയ്ക്ക് ഗർഭകാലത്ത് വന്നതാണ്. ഓക്കെ. അതിപ്പം ഒരു 4 മാസമായപ്പം വളർച്ചയില്ലായിട്ട് കുട്ടി എടുത്തു കളഞ്ഞു. ഓക്കെ. അതിന് ശേഷം ഇപ്പോഴും തൈറോയിഡിന്റെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അത് ഡോക്ടർ ഇതിപ്പോ എല്ലാരും പറയുന്നത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്ന്. അത് ഒന്ന് പറഞ്ഞുതരാമോ ഡോക്ടർ അതിനെ പറ്റി ഒന്ന്? അങ്ങനെയല്ല, ഈ ഹൈപ്പോ തൈറോയിഡിസം, ഇപ്പോൾ നമ്മൾ പ്രധാനമായ ഡിസ്കഷൻ ഹൈപ്പോ തൈറോയിഡിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു പ്രധാന കോസ് തൈറോയിഡൈറ്റിസ് ആണ്. ഈ തൈറോയിഡൈറ്റിസ് എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിലും പ്രഗ്നൻസിക്ക് ശേഷവും തൈറോയിഡൈറ്റിസ് ഉണ്ടാവും. അപ്പോൾ ഈ തൈറോയിഡൈറ്റിസ് ഉള്ള പേഷ്യൻസിൽ ഒരു വിഭാഗം ആൾക്കാർക്ക്, ഒരു 30 to 40% ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഗ്ലാൻഡ് റിക്കവർ ചെയ്യും, ഫങ്ഷൻ റിക്കവർ ചെയ്യും. അത് ചിലപ്പോൾ 6 മാസം കൊണ്ടാവാം, ചിലപ്പോൾ 3-4 കൊല്ലം കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ റിക്കവറി ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈറോയ്ഡ് ഹോർമോൺ കഴിക്കേണ്ടി വരില്ല. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവുന്നത് പീരിയോഡിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മുടെ ഗ്ലാൻഡ് ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്ത് ഫംഗ്ഷനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ അത് പറയാൻ പറ്റും, ഹോർമോണിൻ്റെ അളവുകൾ നോക്കിയിട്ട്. അങ്ങനെ തന്നെ നമുക്ക് ആ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം യുവർ ഗ്ലാൻഡ് ഈസ് റിക്കവറിങ്, നമുക്ക് ആ ഗുളിക നിർത്താൻ പറ്റുന്നതാണ്. പക്ഷേ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒബ്സർവേഷൻ പ്രകാരം ഒരു 4-5 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഈ ഗുളികേൻ്റെ റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ പിന്നീട് അത് അങ്ങോട്ട് നിർത്താനുള്ള പ്രയാസം ഉണ്ട്. ദാറ്റ് മീൻസ് ഗ്ലാൻഡ് റിക്കവർ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ റിക്കവർ ചെയ്യാത്തോളം കാലം നമ്മൾ ആ ഹോർമോൺ സപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും ഉണ്ട്. ഹലോ മാഡം, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സർ. പറയൂ. സർ, എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഒരു 5-6 years ആയിട്ട് എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഹൈപ്പോ ആണ്. ഓക്കെ. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ഇയേഴ്സ് ആയിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. എൽട്രോക്സിൻ 50 ആണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ. എനിക്ക് നിർത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ എത്ര കൊല്ലമായി പറഞ്ഞു കഴിക്കാൻ തുടങ്ങിയിട്ട്? 5-6 വർഷമായി. 6 വർഷമായി. ഇതിപ്പോ നിങ്ങൾക്ക് ഈ ഹോർമോൺസിന്റെ, ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ, അതോ പീരിയോഡിക്കലി കൂട്ടേണ്ടി വന്നിട്ടുണ്ടോ? അതേ അളവാണ് ഞാൻ 50. അപ്പം സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ 50 ആണ് കഴിക്കുന്നത്. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള പേഷ്യൻസിൽ നോക്കാറ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് നോർമലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ഇതിനൊരു ചാലഞ്ച് ചെയ്ത് നോക്കും. അതായത് ഒന്ന് ഡോസ് കുറച്ച് നോക്കുക, എന്നിട്ട് തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ വീണ്ടും പഴയ പോലെ തന്നെ ഹോർമോൺ കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് നിർത്താറായിട്ടില്ല എന്നാണ്, കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്ന പേഷ്യൻസിന് അത് ആസ് ലോങ് ആസ് അത് നോർമൽ ആവാത്തോടത്തോളം കാലം നമുക്കത് കണ്ടിന്യൂ ചെയ്തേണ്ടി പറ്റും. എനിക്ക് ബ്ലഡ് ടെസ്റ്റിലെല്ലാം നോർമലാണ്. പക്ഷെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു 1 വർഷം കഴിയുമ്പോഴാണ് എപ്പോഴും പിന്നെയും ചെക്കപ്പ് ചെയ്യാറ്. അപ്പൊ എന്റെ അടുത്ത് പറയാറ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയാറ്. നമ്മൾ നോർമലാണ്. ഓക്കെ. ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ആ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH നോക്കിയിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ TSH നമ്മൾ നമുക്കിതിനൊരു കട്ട് ഓഫ് ഉണ്ട്. ആ ലെവലിനോട് അടുത്താ നിൽക്കുന്നെങ്കിൽ നമുക്കിത് ചാലഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഡോസ് ഒന്ന് കുറച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവരുടെ കേസിലും അങ്ങനെ തന്നെ. നിങ്ങളെ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് കുറച്ച് നോക്കാവുന്നേ ഉള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സയെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാം. ഹൈപ്പർ തൈറോയിഡിസത്തിൽ പ്രധാനമായിട്ടും നമുക്ക് 3 തരം ചികിത്സകളാണുള്ളത്. ഒന്ന് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ്, അതായത് ഈ തൈറോയ്ഡ് ഹോർമോൺ അളവ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് ആണ് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ
ഇത് കഴിഞ്ഞാൽ ഇത് റേഡിയോ അയഡിൻ തെറാപ്പി. റേഡിയോ അയഡിൻ തെറാപ്പി അല്ലാണ്ട് പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ സർജറിയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ നമ്മളിതിൽ ഏതാ സെലക്ട് ചെയ്യുന്ന എന്നുള്ള കാര്യം ആ അസുഖത്തിൻ്റെ ഏത് തരത്തിലുള്ള ഡിസീസാണ് ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗ്രേവ്സ് ഡിസീസാണ് പേഷ്യൻ്റ് എന്നിരിക്കട്ടെ. ഗ്രേവ്സ് ഡിസീസ് ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചികിത്സ ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ് പലപ്പോഴും നമ്മളൊരു 1.5 കൊല്ലം 2 കൊല്ലം വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ഒരു 30% ആൾക്കാരിൽ, സംടൈംസ് ഈവൻ 40% ആൾക്കാരിൽ ഈ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഡിക്കേഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അതിൽ ബാക്കിയുള്ളൊരു 60% ആൾക്കാരിൽ ഈ മെഡിസിൻസ് നിർത്തുന്നതോടുകൂടി വീണ്ടും സിംറ്റംസ് അപ്പിയർ ചെയ്യും. അതല്ലെങ്കിൽ ഇനിയൊരു വിഭാഗം ആൾക്കാരിൽ മെഡിസിൻ നിർത്താനേ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിച്ച് തുടങ്ങും. ആ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഒന്നെങ്കിൽ സർജറി, അതല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ. അപ്പോൾ 80% ആൾക്കാരിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ ആണ് കൊടുക്കുക ഗ്രേവ്സ് ഡിസീസ്. പക്ഷേ ചില പേഷ്യൻസിൽ ഒരു സബ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, അതിൽ നമുക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഗ്രേവ്സ് ഡിസീസ് കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവ്സ് ഓഫ്താൽമോപ്പതി, അതേപോലെ തന്നെ കുട്ടികളിലെ ഗ്രേവ്സ് ഡിസീസ്, അതിൽ നമ്മൾ റേഡിയോ അയഡിൻ അങ്ങനെ പ്രയോഗിക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ റേഡിയോ അയഡിൻ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ റേഡിയോ അയഡിൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം 1 വർഷത്തേക്ക് പ്രഗ്നൻസി പാടില്ല. അപ്പോൾ അങ്ങനെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്തവരും റീസെൻ്റ്ലി മാരീഡ് ആയ ആൾക്കാരൊക്കെ അവർ പ്രിഫർ ചെയ്യുന്ന സർജറിയാണ്. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാൻഡ് മൊത്തത്തിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് വല്ല ഇൻസിഡൻറ്റൽ മാലിഗ്നൻസി ഉണ്ടെങ്കിൽ അതിനെയും കൂടിയും നമ്മൾ ഈ സർജറിയോട് ക്യൂർ ചെയ്യും. പക്ഷേ ജനറലി റേഡിയോ അയഡിൻ ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഗ്ലാൻഡിൻ്റെ സൈസ് വളരെ വലുതാണെങ്കിൽ, നമ്മൾ സാധാരണ പറയുന്ന ഒരു 30 to 40 ഗ്രാംസിൽ കൂടുതൽ സൈസ് ഉണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അതേപോലെ തന്നെ ഗ്ലാൻഡ് കുറേ ചെസ്റ്റിൻ്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ അല്ല കൊടുക്കുക, സർജറിയാണ് ചെയ്യുക. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. നമുക്ക് കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കൃഷ്ണ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, പറയൂ ഡോക്ടർ. എനിക്കിപ്പോ ഒരു 3 വർഷമായിട്ട് തൈറോയിഡ് ഉണ്ടേ. ഓക്കെ. പക്ഷെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ സർജറി ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മരുന്നും തന്നിട്ടില്ല. ഓക്കെ. എന്റെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നോർമലാണ്, പിന്നെ തൈറോയിഡ് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴും നോർമലാണ്. ഓക്കെ. പക്ഷെ എനിക്ക് വല്ലാതെ മുടി കൊഴിച്ചണം, അതുപോലെ തന്നെ ഭയങ്കര ടെൻഷൻ, പിന്നെ പഠിക്കാനുള്ളൊരു സുഖമില്ല, അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. അല്ല, അപ്പോൾ നിങ്ങളുടെ കഴുത്തിൽ പുറത്തേക്ക് തൈറോയ്ഡ് മുഴ കാണുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് ഗ്രോത്ത് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവരുടെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ്, അതായത് ബ്ലഡിലെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോർമലാണ്, പക്ഷേ കഴുത്തിലാണ് സ്വെല്ലിംഗ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അതിൻ്റെ അകത്ത് തൈറോയിഡിൽ വല്ല മാലിഗ്നൻസി ഉണ്ടോ, അതോ നോർമലായിട്ടുള്ള ബെനൈൻ ആയിട്ടുള്ള തൈറോയിഡ് നോഡുകളാണോ എന്നുള്ളതാണ്. അതിനാണ് ഈ അൾട്രാസൗണ്ട് തൈറോയിഡും അതേപോലെ തന്നെ FNAC, അതായത് കുത്തിയെടുത്തു എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റുകൾക്ക് അതിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും, അത് 100% കറക്റ്റ് അല്ലെങ്കിലും നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. അതായത് ഇത് ക്യാൻസറസ് ആവാനുള്ളൊരു പ്രവണതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ടെസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ തൈറോയിഡ് മുഴ വളരെയധികം വളരുന്നില്ലെങ്കിൽ, സ്പീഡിൽ വളരുന്നില്ലെങ്കിൽ, നമുക്ക് ഇങ്ങനെ 6 മാസത്തിലൊരിക്കൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ചെയ്ത് അങ്ങനെ ഒബ്സർവ് ചെയ്യാവുന്നേ ഉള്ളൂ പേഷ്യൻറ്റിന്. നേരെ മറിച്ച് ഇതിലിപ്പോൾ ഈ സ്കാനിങ്ങിൽ അതിൻ്റെ സൈസ് കൂടുന്ന പോലെയോ അല്ലെങ്കിൽ സ്കാനിങ്ങിൽ അത് അതിൻ്റെ സ്വഭാവം മാറിയതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് സർജിക്കലി റിമൂവ് ചെയ്യേണ്ടിയിരിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്തെല്ലാം ടെസ്റ്റാണ് ഹൈപ്പർ തൈറോയിഡിസം സ്ഥിരീകരിക്കാൻ ചെയ്യുന്നത്? ഓക്കെ. ഹൈപ്പർ തൈറോയിഡിസം സ്ഥിരീകരിക്കുന്ന ഫസ്റ്റ് പ്രധാനമായിട്ടുള്ള ടെസ്റ്റ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് T3, T4, TSH പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണുക TSH ലോ ആയിരിക്കും, T3 and T4 ഹൈ ആയിരിക്കും. അത് ആണ് ബയോകെമിക്കൽ പ്രൂഫ്. ബയോകെമിക്കൽ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. തൈറോയ്ഡ് ഹോർമോൺ 3-4 കാരണങ്ങളുണ്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ കൂടാൻ. തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ്, ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്റർ, ടോക്സിക് സോളിറ്ററി തൈറോയ്ഡ് നോഡുകൾ. ഇത് വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ടെക്നീഷ്യം 99 പെർ ടെക്നറ്റേറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ഇത് ന്യൂക്ലിയർ മെഡിസിനിൽ ചെയ്യുന്ന സ്കാനാണ്.
ഇത് കഴിഞ്ഞാൽ നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഏത് തരത്തിലുള്ളതാണെന്ന്. ആ ഡിഫറൻസിയേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഗ്രേവ്സ് ഡിസീസിൽ നമ്മൾ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് ആണ് പ്രിഫർ ചെയ്യുക. ടോക്സിക് മൾട്ടിനോഡുലർ ഗോയിറ്റർ അല്ലെങ്കിൽ ടോക്സിക് സോൾട്ടറി തൈറോയ്ഡ് നോഡിൽ നമ്മൾ സർജറിയാണ് പ്രിഫർ ചെയ്യുക. വേറെ തൈറോയിഡൈറ്റിസിൽ നമ്മൾ സർജറിയോ അതേപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സിൻ്റെ ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വേർതിരിച്ചറിയാൻ ടെക്നീഷ്യൻ തന്നെ പ്രൊട്ടക്നേറ്റഡ് സ്കാൻ ചെയ്യണം. പിന്നെയുള്ള ഒരു ടെസ്റ്റ് അൾട്രാസൗണ്ട് തൈറോയ്ഡാണ്, ആവശ്യമെങ്കിൽ FNAC. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, പറയൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി കഴിഞ്ഞപ്പോ ട്രീറ്റ്മെന്റ് എടുത്തപ്പോ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. തൈറോയിഡ് 25 വീതം കഴിക്കാൻ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് പിന്നെയും ചെക്ക് ചെയ്തപ്പോ 1 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെയും കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ. ഇപ്പൊ 4 വർഷം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ 1.2 അങ്ങനെയല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത കാലത്ത് നോക്കിയപ്പോൾ 4 ആണ് ഡോക്ടർ. 4 ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൈറോക്സിൻ കണ്ടിന്യൂ ചെയ്യണം. കാരണം നിങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നതാണെങ്കിൽ നമ്മളെ ടാർഗറ്റ് ഇസ് അറൗണ്ട് 3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺ 3 മെയിൻറ്റെയിൻ ചെയ്യാൻ തൈറോക്സിൻ കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ കേസിൽ ഇപ്പോൾ 25 ഉള്ളെങ്കിൽ ഡോസ് ലേശം കൂടി കൂട്ടേണ്ടിയും വരും. അപ്പോൾ അടുത്തുള്ള നിങ്ങളുടെ ഫിസിഷ്യനെ തന്നെ മീറ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. ഹൈപ്പർ തൈറോയിഡ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.